39 വർഷം മുമ്പ് കൊലപാതകം നടത്തിയെന്ന കുറ്റസമ്മത മൊഴിയിൽ മരിച്ചയാളെ തിരിച്ചറിയാൻ അന്വേഷണം തുടങ്ങി തിരുവമ്പാടി പോലീസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കോടതിയിൽ നിന്നുള്ള കേസ് രേഖകളും പോലീസ് ശേഖരിക്കും. മലപ്പുറം വേങ്ങര പോലീസിനോട് മുഹമ്മദ് അലി നടത്തിയ കുറ്റസമ്മത മൊഴിയിലാണ് തിരുവമ്പാടി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിൽ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കത്ത് നൽകി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ നടപടിക്രമം പാലിച്ച് സംസ്കാരവും നടത്തിയിരുന്നു. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന RDO കോടതിയിൽ നിന്നുള്ള രേഖകളും പോലീസ് തേടിയിട്ടുണ്ട്. വിവരശേഖരണം പൂർത്തിയാക്കി തുടർ നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. 39 വർഷങ്ങൾക്കിപ്പുറം മൃതദേഹം കണ്ടെത്തിയതായി പറയുന്ന തോട് പോലും പേരിന് മാത്രമാണ് അവശേഷിക്കുന്നത്. അവിടെ ഒരു വീട് കമന്ന് കിടക്കുന്ന രൂപത്തിൽ ഞാൻ കണ്ടിരുന്നത്. സ്കൂൾ കുട്ടികൾ ഇവിടുന്ന് സ്കൂൾ വിട്ട് അവിടെ വഴിയില്ലായിരുന്നു. വളരെ മരണമാത്ത സ്കൂൾ കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പിള്ളേരൊക്കെ ഇന്ന് എനിക്കൊരു 8, 9, 6, 7 വൈകുന്നേരം 8 ഉള്ളൂ. അതിന് നടന്നു വരുന്ന വഴിയാണത്. ശാരീരികമായി ഉപദ്രവിച്ചപ്പോൾ ചവിട്ടിയതാണെന്നാണ് മുഹമ്മദ് അലിയുടെ മൊഴി. തൂട്ടിൽ വീണയാൾ മരിച്ചതായി അറിഞ്ഞത് 2 ദിവസം കഴിഞ്ഞാണ്. 17 വയസ്സുള്ള മുഹമ്മദ് അലി അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. മകൻ മരിച്ചതിന്റെ സങ്കടത്തിലാണിപ്പോൾ കുറ്റസമ്മതം നടത്തിയത്. പോലീസ് പരിശോധനയിൽ 1986 നവംബർ അവസാനം അജ്ഞാതനായ ഒരാൾ തോട്ടിൽ വീണ് മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.